ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമെത്തുന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോഴേ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടില്ല, അതിന് മുമ്പിട്ട് വീഡിയോ ഇട്ടുണ്ട രമ്യ ഒന്ന് പറയാം. ഇന്ന് വിജിയെ കണ്ടില്ലല്ലോ സ്റ്റാർട്ടിങ്ങിൽ. പിന്നെ വിജിയുടെ പഴയകാല കാര്യങ്ങളൊക്കെ പറയണേ. അപ്പം ഞാൻ എന്നും എന്തിനാ വരുന്നേ, എന്നും വന്നാൽ എൻ്റെ മുഖം കണ്ടിനി എല്ലാവർക്കും ബോറായാലൊന്നും പറഞ്ഞ് വരാൻ ഞാൻ ഇന്നലെ. പിന്നെ പഴയ കാലത്തെ കാര്യങ്ങളെന്നൊക്കെ പറയാൻ നമുക്ക് ഇഷ്ടംപോലെ കാണും. അങ്ങനെ ഇരിക്കുവാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടത്, കപ്പ നടുന്നത്. അപ്പം ഞങ്ങളും പണ്ട് കൊച്ചിലെ ഞങ്ങൾക്ക് അയ്യത്ത് ഇങ്ങനെ കപ്പ, ചേമ്പ്, ഇഞ്ചി ഇങ്ങനെയൊക്കെയുള്ള കൃഷികളായിരുന്നേ. അപ്പോൾ അന്നൊക്കെ ചിന്തിക്കുമായിരുന്നു, കാരണം ഇങ്ങനെ ഇങ്ങനെ കപ്പ വെട്ടി അത് നടുന്നേരം ഇങ്ങനെ കൂമ്പാരം കൂട്ടി, അത് ഇപ്പോഴത്തുള്ള പിള്ളേർക്കൊന്നും അറിയത്തുമില്ല, ആർക്കും അറിയത്തില്ല. ഞാൻ നട്ടിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു, എന്തൊരു കഷ്ടമാണ്, ജോലി ചെയ്യാൻ നമുക്ക് ഇഷ്ടമല്ലല്ലേ. ഇപ്പം അതൊക്കെ കണ്ടോണ്ടേ നമുക്കങ്ങ് എന്താ ഒരു ആ കപ്പ നടുന്ന വീഡിയോ കണ്ടോണ്ടേ എനിക്കൊരു വല്ലാത്ത സന്തോഷമായിരുന്നു. അന്നൊക്കെ നമ്മൾ കപ്പ പിന്നെ ഉണക്ക സമയമാണെങ്കിൽ പിന്നെ അതിന് ഇച്ചിരിച്ച വെള്ളം ഒഴിക്കണം. അത് പിന്നെ മുളച്ചിങ്ങനെ വരുന്ന ഒരു സമയമുണ്ട്. അത് നടുന്നതിനും രീതിയുണ്ട്. മുള താപ്പോട്ടായിരിക്കില്ല, മുകളിലോട്ട് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ നടാനായിട്ടൊക്കെ. ഇങ്ങനെ ഇത്ര മുഴം താഴോട്ട് കുഴിച്ച് വെക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. അത് കായ്ച്ചു കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അയ്യത്ത് മൊത്തം ഈ കുഞ്ഞു പോച്ചകൾ വരുന്നുണ്ടെ പിന്നെ അത് പറിക്കാനൊരിത്. ഈ ചിലപ്പോൾ നമ്മുടെ അയ്യത്ത് മൊത്തം ഈ തൊട്ടാവാടി ഉണ്ടായിരുന്നു. തൊട്ടാവാടി ആകുമ്പോൾ നമ്മളിങ്ങനെ പറിക്കുമ്പം പിന്നെ കയ്യിലൊക്കെ അങ്ങ് കൊള്ളുമായിരുന്നു. പിന്നെ രാത്രിയാകുമ്പം കയ്യൊക്കെ അങ്ങ് പോയേമായിരുന്നു. അന്നത്തെ കാലം എന്താ കാലമായിരുന്നു, എന്തെല്ലാം ജോലി ചെയ്യുമായിരുന്നല്ലേ. ഇപ്പോഴാണെങ്കിൽ നമ്മളിപ്പം ഫ്ലാറ്റിലൊക്കെ, നാട്ടിലാണെങ്കിൽ പിന്നെയും മുറ്റം തൂക്കണം അങ്ങനെ. ഇപ്പം പണ്ട് ഞങ്ങൾക്ക് മോട്ടറൊന്നും ഇല്ലായിരുന്നു, പിന്നല്ലേ മോട്ടറൊക്കെ ആയത്. വെള്ളം കോരി ഇങ്ങനെ വെക്കണമായിരുന്നു. എനിക്കാണെങ്കിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കോരി ഇങ്ങനെ കളത്തിന് പോലെ ഇങ്ങനെ വെക്കുന്നതൊക്കെ അങ്ങനെയൊക്കെ ഒരു ശീലം ഉണ്ടായിരുന്നു. അതെനിക്കിഷ്ടമായിരുന്നു. പിന്നെ വിറവ് പറക്കിയിടണം സന്ധ്യ ആകുമ്പോഴത്തേക്കിന്. എന്തെല്ലാം ജോലികളായിരുന്നു. അന്നൊക്കെ കറണ്ട് ഇല്ലാത്ത സമയത്താണെങ്കിൽ വിളക്കുകളെല്ലാം നന്നായിട്ട് തുടച്ച് മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് വെക്കണമായിരുന്നു. പിന്നല്ലേ കറണ്ടുകളൊക്കെ വന്നു ഞങ്ങളുടെ കുഞ്ഞിലെ, എൻ്റെ പ്രൈസിനേക്കായി കുഞ്ഞു പ്രായത്തിൽ. അതൊക്കെ എന്താ കാലം, എന്ത് ജോലികളായിരുന്നല്ലേ. ഇപ്പോഴാണെങ്കിൽ നമ്മൾ ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർക്കാണെങ്കിൽ ഇതിൻ്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുള്ള ജോലിയേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഒരു ആക്ടിവിറ്റി ആയിട്ടുള്ള ഒരു ശരീരം അനങ്ങിയുള്ളൊരു ഇതൊന്നും. അതിനല്ലേ നമ്മൾ അരമണിക്കൂറേലും നടക്കാൻ പോകുന്നത്. ദൈവമേ, ഞാൻ നടക്കാൻ പോകുന്ന ഉടനെ ഇങ്ങനെ മൊബൈലിൽ നോക്കിയിരിക്കും, എത്ര മിനിറ്റായെന്ന്. അതേസമയം പണ്ടൊക്കെ എന്ത് നടന്ന് മൈലുകൾ താണ്ടിയ 2, 3, 4 കിലോമീറ്ററൊക്കെ നടന്ന് ആ സ്കൂളിൽ പോയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കന്നൊക്കെ അങ്ങനെ അസുഖങ്ങളില്ല. ഇപ്പം നമ്മളങ്ങനെ അനങ്ങാതെ ഇരുന്നിരുന്ന് എത്ര നമ്മൾ ഈ മുറിക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാലും ജോലി ഇല്ലെന്നല്ലൊരു വീട്ടിൽ ജോലിയുണ്ട്. പക്ഷേ അതും ഇതുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. നമ്മൾ ആ ഫാറ്റ് ബേൺ അങ്ങോട്ടാകുന്നില്ല ഒത്തിരി. അന്ന് നമ്മുടെ ഉരുകിപ്പോയതുപോലെ നമ്മൾ കഴിക്കും, ശരിക്കും നമ്മൾ കപ്പയും ചക്കയൊക്കെ കഴിക്കും, എങ്കിലും നമ്മളുടെ ശരീരത്തിൽ നിന്നുള്ള ഫാറ്റ് ഉരുകിപ്പോവും. ആ വീടിനും ചുറ്റും ആ മുറ്റം തൂത്താൽ തന്നെ നമുക്കൊരു എക്സർസൈസാണ്. മുറ്റം തൂത്ത് വെള്ളം ഇങ്ങനെ വെള്ളം കോരി തുളികളൊക്കെ അലക്കി. എൻ്റെ കഥ കേട്ട് ദേഷ്യപ്പെടുന്നവർ, ഇഷ്ടപ്പെടാത്തവരൊക്കെ സ്കിപ്പ് ചെയ്ത് പോയാലോ കേട്ടോ. അതൊക്കെ അന്നത്തെ ഒരു കാലമായിരുന്നു. ഇനി ആ കാലം തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നേയില്ല. ഇനി ബാക്കി ഉള്ളതൊക്കെ പിന്നെ ഞാൻ ഇനിയും പറയാം കേട്ടോ. ഇപ്പം തന്നെ ഓൾറെഡി 4 മിനിറ്റോളം ബഡായി കേട്ടോ. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. രാവിലെ ആലൂട്ടിക്ക് ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ആലൂട്ടിക്ക് എന്ന് വെച്ചാൽ നമ്മുടെ പൊട്ടറ്റോടെ സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വെച്ചു. ഇതുണ്ടാക്കി കൊടുത്തതിൻ്റെ അന്നാണ് പ്രസമോൻ്റെ കൂട്ടുകാർ ചോദിച്ചാൽ നീ എന്തോ ബ്രേക്ക് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ ഇവൻ ചിന്തിച്ച്, ഞാൻ പറയുകയും ചെയ്തു, എടാ ആലൂട്ടിക്കാന്ന്. ഈ കൊച്ചൻ ചില സമയത്ത് ഇവൻ സംസാരിക്കുന്നത് ഇവന് മനസ്സിലാവത്തില്ല. ഇവൻ ചിന്തിച്ച് ചിക്കൻ്റെ ഇതുപോലെ തിക്കി കഴിച്ചാൽ വാങ്ങിക്കുമല്ലേ, ചിക്കനാണ്. അപ്പം പിള്ളേർ ചോദിച്ചു വെജാണോ നോൺ വെജാണോ. അപ്പോൾ അവൻ പറഞ്ഞ് നോൺ വെജാണ്. അന്നേരം
ഈ വേന്ദ്രന്മാർ പറഞ്ഞു വിട്ടത് ആഴ്ച 2 ദിവസമൊക്കെ കൊണ്ടുവരാമെന്ന്. അപ്പോൾ ഇന്ന് അവൻ മസാല ഇഡലി കൊണ്ടുവരണം. ഞാൻ ചോദിച്ചു ഇന്ന് ആരെങ്കിലുമൊക്കെ കഴിച്ചോടാ. അവൻ പറഞ്ഞ് മസാല ഇഡലി കൊണ്ടുവന്നതിൻ്റെ അന്ന് എങ്ങനെയും 2-3 പേര് വന്ന് കഴിക്കുമെന്ന്, അവർക്കത് ഇഷ്ടമാണ്. ഇഡലിയൊക്കെ ആകുമ്പോഴേ ഇവിടെയുള്ള കൊച്ചുങ്ങൾക്കൊക്കെ ഇഷ്ടമാവുമല്ലേ. അപ്പം ഇന്ന് ഞാൻ ടൊമാറ്റോ സോസൊക്കെ തേച്ചിട്ട് അത് വെച്ചൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കട്ടെ. പിള്ളേർക്ക് ഇത് ഇഷ്ടമല്ലേ, ഇതങ്ങോട്ട് ചിക്കൻ്റെ ആണെങ്കിൽ ഇവർക്ക് ഇഷ്ടമാണ്, ഇത് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല പിള്ളേർക്ക്. ഇതാണെങ്കിൽ ചെറുതല്ലേ, അതുകൊണ്ട് ഒരു പാക്കറ്റിൽ 10 ഉണ്ട്. മറ്റേത് ചിക്കൻ്റെ ആണെങ്കിൽ അതൊരു ഇച്ചിരി വലുതാണ്, ഒരു പാക്കറ്റിൽ 6 ഉള്ളൂ. അപ്പം ഞാൻ എല്ലാവർക്കും ഓരോന്ന് എടുത്തിട്ട് പിന്നെ ഒരു എണ്ണം തിന്നാൽ ആർക്കൊന്നും അറിയത്തില്ലല്ലേ. പിന്നെ ഞാൻ പിള്ളേർക്കാണെങ്കിൽ ഇതിലൊരെണ്ണവും കൊടുത്തിട്ട് ഒന്നി മയോണൈസ് ഇഷ്ടമുള്ളവർക്ക് പീനട്ട് ഇഷ്ടമുള്ളവർക്ക് പീനട്ടും ചീസ് ഇഷ്ടമുള്ളവർക്ക് ചീസും കൊടുക്കും. ഇപ്പോൾ പ്രൈസമ്മോൻ കൊണ്ടുപോയി പോളിനെ കോഫി കൊടുത്ത് അവിടെ പിടിച്ച് കിടത്തി. ഒരു 7 മണി ആകുമ്പോഴത്തേക്കിനെ അവൻ എണ്ണീക്കത്തുള്ളൂ. പിന്നെ അവൻ്റെ കാര്യങ്ങൾ, അവന് ടിഫിനെല്ലാം ഞാനെടുത്ത് ടേബിളിൽ കൊണ്ടുവെക്കും, ടിഫിനും വെള്ളവും എല്ലാം. ഞാൻ പിന്നെ ഡാഡിക്ക് കൊടുത്തിട്ട് റേച്ചാനും ഞാനും ഇപ്പോഴേ കഴിക്കത്തില്ല, ഞാൻ കഴിച്ചും കഴിഞ്ഞിട്ട് റേച്ചാൻ കഴിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ അപ്ലോഡിനൊക്കെ ഇട്ട് എല്ലാം അതൊക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് പിന്നെ ഞാനും കഴിച്ചു. എന്നിട്ട് ഞാൻ പിന്നെ തുണി തുണി കഴുകാനിട്ടിട്ട് നമ്മൾ തന്നെയല്ലേ എല്ലാം വിരിക്കേണ്ടി. അതുകൊണ്ട് തുണി ഇട്ട് പിന്നെ ക്യാൻ കഴുകി വെള്ളമൊക്കെ നിറയ്ക്കണം, പിന്നെ വെള്ളം കുടിക്കാൻ വെക്കണം, അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ്. പിന്നെ വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ച് ഇന്നലത്തെ ഇത്തിരി മീൻകറി ഉണ്ടായിരുന്നു, അതങ്ങ് തിളപ്പിച്ച് വെച്ചു. അതിനുശേഷം പിന്നെ ടൊമാറ്റോ ഇരിപ്പുണ്ടായിരുന്നു, കുറേ നാളായി ടൊമാറ്റോ ചട്നി ഉണ്ടാക്കിയിട്ട്. അപ്പം ടൊമാറ്റോ ചട്നി വയ്ക്കാനായിട്ട് ഞാൻ ടൊമാറ്റോ വയ്ക്കുമെന്ന് തിരഞ്ഞെടുത്ത്. ഇപ്പോഴത്തെ കിട്ടിയ ടൊമാറ്റോ മനസ്സിലാക്കാൻ കാര്യം എന്താണെന്നോ, ഈ ടൊമാറ്റോ അരിയുമ്പോഴൊക്കെ ഞാൻ ഒരു പീസൊക്കെ എടുത്ത് തിന്നും. ടൊമാറ്റോ, ക്യാരറ്റ് ഇതൊക്കെ അരിയുന്നുണ്ട്, ഓരോ പീസ് വായിലോട്ടും പോകും. അപ്പോൾ ആ ടൊമാറ്റോ കഴിച്ചോണ്ടേ ഇന്നാൾ ഒരു സമയത്ത് വാങ്ങിച്ച ആ ടൊമാറ്റോ തിന്നാൻ തന്നെ ഒരു നല്ലൊരു മധുരവും അതിൻ്റെ അകത്ത് നല്ല മാംസം പോലൊക്കെ ഉണ്ടായിരുന്നു. ഇതാണെങ്കിൽ മാംസവും ഒന്നുമില്ല, വെറും പുളി എന്ന് പറയുന്നതേ ഇല്ല, വെറും തോടനാണ്, അങ്ങനെയുള്ള ടൊമാറ്റോ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എറിഞ്ഞെടുത്ത് പിന്നെ ഞാൻ ചീനച്ചട്ടി വെച്ച് ഓയിലൊഴിച്ച് ജീരകവും കടുകും ഇട്ട് പിന്നെ സവാള പച്ചമുളക് ഇതൊക്കെ ഇട്ട് ടൊമാറ്റോയുടെ ഇട്ടിട്ട് ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് മല്ലിപ്പൊടി വേണമെങ്കിൽ മല്ലിപ്പൊടി ഇട്ടെല്ലാം ഇച്ചിരിച്ച് ടൊമാറ്റോയുടെ ഇട്ട് കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ ഞാൻ അടച്ചങ്ങ് വെച്ചേക്കും, അപ്പോൾ ആ ടൊമാറ്റോയിൽ നിന്നൊക്കെയുള്ള വെള്ളം ഇങ്ങനെ ഇറങ്ങി അതങ്ങ് വെന്ത് വരും. അതേസമയം നമ്മൾ ടൊമാറ്റോ ഇടയ്ക്ക് ഉടച്ചെങ്ങാനും കൊടുക്കുകയാണെങ്കിൽ പിന്നെ അത് വേവാൻ പ്രയാസമാണ്. അതുകൊണ്ട് ലാസ്റ്റ് വെന്ത് എല്ലാം ആയതിന് ശേഷമേ ഉടച്ചു കൊടുക്കാവൂ, അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം ഇറങ്ങി വന്ന് ലാസ്റ്റിൽ വെന്തെന്നറിയുമ്പം അതൊന്ന് ഉടച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അത് വേവാതെ ഇങ്ങനെ തോടനായിട്ട് കിടക്കും. അപ്പോൾ ഇന്നലെ ഇവിടെ ഒരു സംഭവം ഉണ്ടായേ. റൈസമോൻ താഴെ സൈക്കിൾ വിട്ടാൻ പോകുമെന്ന് പറഞ്ഞ് പോയി. കുറച്ച് നേരം സൈക്കിളൊക്കെ ചവിട്ടിയിട്ട് സൈക്കിൾ അവിടെ ഇവന് ഗിയറുള്ള സൈക്കിളാണ്. പോൾമോൻ്റെ സൈക്കിള് ഇച്ചിരി സ്റ്റാൻഡ് താപ്പോട്ട് ചെറുതാക്കി ഇവന് കൊടുത്തതാണ്. അപ്പോൾ ഇവൻ സൈക്കിൾ അവിടെ കണ്ട് വെച്ചിട്ട് സംഭവം ഞാൻ പിന്നെ അറിയുന്നത് ഇവിടെ കരഞ്ഞുകൊണ്ട് വന്നിട്ട് പോളച്ചച്ചനെ വിളിച്ചുകൊണ്ട് താഴെ പോയി. അപ്പോൾ ഞാൻ ഈ മുറിയിലിരുന്ന് ഇങ്ങനെ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടേ അവിടെ ആരോ ബെല്ലടിക്കുന്നത് ഞാൻ കേട്ട്. പിന്നെ ഞാൻ പോയില്ല, കുറച്ച് കഴിഞ്ഞ് പോളേന്ന് വിളിച്ചോണ്ടേ ഡാഡി പറഞ്ഞു പോള് താഴോട്ട് പോയെന്ന്. അപ്പോൾ ഞാൻ പോളിന് ഫോൺ ചെയ്ത് എന്തുവാടാന്ന് ചോദിക്കാൻ പറഞ്ഞ് വന്നിട്ട് പറയാം മമ്മി എന്ന് പറഞ്ഞു. അപ്പോൾ കയറി വന്നെണ്ണെ ഞാൻ ചോദിച്ചു എന്ത് വരുന്നടാ. അപ്പം പറഞ്ഞ് ഈ പ്രൈസിൻ്റെയൊക്കെ കൂടെ പ്രൈസിനേക്കാൾ ഒരു കുഞ്ഞൊരു 8 വയസ്സ് കാണുമായിരിക്കും, ഒരു കൊച്ചുണ്ട്, പിന്നെ ബയ്യ എന്ന് പറഞ്ഞ് ഇവരുടെ പുറകെ നടക്കും കളിക്കാൻ, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇവൻ ഈ പ്രൈസൻ സൈക്കിൾ ചവിട്ടിയിട്ട് അവിടെ 10 നമ്പറിൻ്റെ അവിടെ വെച്ചിട്ട് മേളിലൊരു കൊച്ചിനെ വിളിക്കാൻ പോയി ക്രിക്കറ്റ് കളിക്കാനായിട്ട്. ഇവൻ മേളിൽ പോയ സമയത്ത് ഇവൻ ഈ ഗിയർ എടുത്ത് മാറ്റാനോ എന്തോ നോക്കിയിട്ട് സൈക്കിളിൻ്റെ ഗിയർ എന്തെങ്കിലുമൊക്കെ പ്രശ്നമായി.
അങ്ങനെ ഇവൻ കരഞ്ഞുകൊണ്ട് വന്ന് അച്ചാച്ചനെ വിളിച്ചുകൊണ്ട് പോയി. എന്നിട്ട് അച്ചാച്ചൻ അവരുടെ ഈ കൊച്ചൻ്റെ ഉടനെ അത് റേച്ചാൻ ഇന്ന് എന്നോട് പറഞ്ഞത്. റേച്ചാൻ ഇപ്പോൾ റേച്ചാന് ഫോൺ ചെയ്ത്. അപ്പം ആ ഫോണിൽ കൂടെ റേച്ചാൻ എടുത്ത് പറഞ്ഞു ആ കൊച്ച് പേടിച്ച് അങ്ങനെ വരാതിരിക്കുക. അങ്ങനെ പോള് പറഞ്ഞ് അവനോട് പറയും നിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവരോട് പറയാം പിന്നെ സൈക്കിൾ ഇങ്ങനെ ആക്കിയെന്ന്. ഇതൊന്നും ഞാനറിയുന്നില്ല. അപ്പോൾ ആ കൊച്ചൻ പറഞ്ഞു ഞാൻ വരുന്നില്ല. അപ്പോൾ അവൻ പറഞ്ഞു നിന്നെ ഒന്നും ചെയ്യത്തില്ലടാ, നീ വാ നിൻ്റെ വീട് എനിക്ക് കാണിച്ചു തന്നു. വീട്ടിൽ ചെന്ന ഉടനെ അവൻ്റെ വല്യമ്മയേ ഉള്ളു. അപ്പോൾ അപ്പനും അമ്മയും വെളിയിൽ പോയേപ്പോന്ന് പറഞ്ഞു. അപ്പം സൈക്കിള് കരാവാക്കിയെങ്കിൽ പറഞ്ഞ് അതിൻ്റെ എത്ര രൂപയാണെന്ന് വെച്ചാൽ അത് വാങ്ങിക്കണമെന്നുള്ള രീതിയിൽ ഇവന്മാർ പോയി. അപ്പോൾ ഇവിടെ വന്നുകൊണ്ടേ ഞാൻ പറഞ്ഞു റീച്ചാണെന്ന് റീച്ചാൽ ആ അതൊരു കൊച്ചൻ ഒന്നും അറിയാൻ വയ്യാത്ത കൊച്ചനായി. ഇവനേക്കായി പ്രൈസിനേക്കായൊക്കെ ചെറുതായി എങ്ങനെ നമ്മൾ അവരോട് പറയും? കാരണം പിള്ളേരെങ്ങനെ എന്തെങ്കിലും ചെയ്തത് നമ്മുടെ അടുത്തും വന്ന ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ക്രിക്കറ്റ് ബോൾ എങ്കിലും ആരുടെയെങ്കിലും ബോൾ ഇപ്പം പ്രൈസൻ കളിക്കുമ്പോൾ പ്രൈസൻ അടിച്ച് കളയുവാണെങ്കിൽ അവർ പറയും അവനോട് ബോൾ വാങ്ങിച്ചു തരാൻ പറയണം. അതുകൊണ്ടാണ് ആ ഇത് വെച്ചാണ് ഇവന്മാർ പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെ ചോദിക്കും, നാണക്കേടാന്നല്ലേ. റേച്ചാൻ പറഞ്ഞ് അതാ അവൻ്റെ കൂട്ടുകാരൻ എന്തോ ചെയ്യും. അപ്പോൾ ഇന്ന് ഞാൻ താഴെ നടക്കാൻ പോയുടനെ ഈ കൊച്ചിനെ എനിക്കങ്ങനെ ഒത്തിരി അങ്ങോട്ട് ഇതായിട്ട് തോന്നി. ഇവിടെ കുറേ പിള്ളേരിങ്ങനെ ഓടി നടക്കുന്നുണ്ട്. അപ്പം ഒരു കൊച്ചിങ്ങോട്ട് ഓടി വന്നിട്ട് അടുത്തുടാ ആൻറ്റി ഞാനേ സോറി പറഞ്ഞു വയ്യടുത്ത് കേട്ടോ, വയ്യടുത്ത് ഞാൻ സോറി പറഞ്ഞു. അന്നേരം എനിക്ക് മനസ്സിലായി ഇന്നലത്തെ സംഭവം ചെയ്തത് ഇവനാണ്. ഞാൻ ചോദിച്ചു ഇന്നലെ എന്തോ പറ്റി ക്യാക്കിയാ? അന്നേരം ഞാൻ ചോദിച്ചു മമ്മി അടിക്കുകയാണ് ചെയ്തോ? ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തിരി നോക്കിയോണ്ടേ അവൻ്റെ അന്നേരം ഞാൻ ഇങ്ങനെ നടന്നു വന്നിട്ട് പ്രൈസനൊക്കെ താഴെ കളിക്കുന്നത്. പ്രൈസൻ വന്ന് എന്നോട് പറയും അവൻ്റെ മമ്മി എന്നോട് വന്ന് സംസാരിച്ചു, എന്തോ സംഭവിച്ചെന്നൊക്കെ ചോദിച്ച് അന്നേരം ഇവൻ സംഭവം പറഞ്ഞ്. അപ്പോൾ ആ കൊച്ചിനെ വഴക്ക് പറഞ്ഞ് അങ്ങനെ ആരുടെ സാധനം തുടരില്ലെന്നൊക്കെ പറഞ്ഞെന്ന്. പിന്നെ നമ്മളിന്നും പൈസയൊന്നും ഇങ്ങനെ റിപ്പയർ ചെയ്യുമ്പം ഇനിയിപ്പോൾ നാളെ അതൊരു കുറച്ച് ചിലവാണ് നമുക്ക്. അതിൻ്റെ ഗിയറൊക്കെ പൊട്ടുമോ എന്തെങ്കിലൊക്കെ ചെയ്തെന്നോ എന്തെങ്കിലും സൈക്കിളിന് തന്നെ എന്തോ ചെയിനൊക്കെ പോയെന്നൊക്കെ പറയുന്നത് കേട്ട്. അതാ ഞാൻ പറഞ്ഞത് ഈ പിള്ളേരുടെ കാര്യത്തിൽ നമുക്കൊന്നും ഇടപെടാനും പറ്റത്തില്ല. ഇങ്ങനെ അതൊരു ഇത്തിരി വകതിരിവുള്ള കൊച്ചാണെങ്കിൽ പോട്ടെന്ന് പറയാമായിരുന്നു. അവനൊരു 7-8 വയസ്സേ ഉള്ളൂ. അത് ഇവൻ ഗിയർ വെച്ചിട്ട് വേണേൽ അത് കയറി ഇത് കളിക്കുമോ എന്തൊക്കെയാണ് ചെയ്തതാണ്. അങ്ങനെ ഒരു സംഭവം നടന്നു. പ്രൈസനാണെങ്കിൽ ഇന്നലെ ഭയങ്കര നിലവിളി. പോള് പറയുന്നു അവൻ്റെ കരച്ചിലൊന്ന് കാണണമായിരുന്നു മമ്മി. അവൻ നിലവിളിച്ച് അവനും ഒക്കെ പേടിച്ച് പോയി. ഇനിയും പപ്പ എന്തോരം പറയാമോ ഞാൻ എന്തെങ്കിലും പറയാമോ? എന്നിട്ട് ഞാൻ പറഞ്ഞു നീ സൈക്കിൾ ചവിട്ടുന്നില്ലെങ്കിൽ പിന്നെ നിനക്ക് നിൻ്റെ സൈക്കിൾ പാർക്ക് ചെയ്യുന്നിടത്ത് കൊണ്ട് വെക്കാൻ വയ്യായിരുന്നു, എന്തിനാ അവിടെ കൊണ്ട് വെച്ചതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ടൊമാറ്റോയൊക്കെ അവിടെ റെഡിയായി. ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഞാൻ ഇച്ചിരി ശർക്കര ഉരുക്കി വെച്ചായിരുന്നു. അതിൽ നിന്ന് ഒരു ഇച്ചിരി ശർക്കര വെള്ളം കൂടെ ഇതിൻ്റെ അകത്ത് പാനിയും കൂടെ ഒഴിച്ചായിരുന്നു ടൊമാറ്റോയ്ക്കകത്തെ. എന്നിട്ട് മോര് കാച്ചാൻ വെച്ച് മോറിൻ്റെ അകത്ത് അബദ്ധത്തിൽ അങ്ങ് ഉലുവാപ്പൊടി ഇട്ട് അതങ്ങ് കലങ്ങിക്കോളും, ഇച്ചിരി സമയം എടുക്കും. ഉലുവാപ്പൊടിയും കൂടെ ഇട്ടിട്ട് അതൊന്ന് കുറച്ചേ ഉള്ളായിരുന്നു തൈര്. അപ്പം ഉച്ചക്കത്തൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകിട്ട് ഞാനൊന്ന് നടക്കാൻ പോയ വഴിക്ക് നോക്കിയാണ് പോളും അവൻ്റെ കൂട്ടുകാരനൂടെ ഇവിടെ ടേബിൾ ടെന്നീസ് കളിക്കുന്നത്. അപ്പം ഞാനൊന്ന് വീഡിയോ എടുത്തതാണ്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടോണ്ടേ അവൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന കൊച്ചൻ പറഞ്ഞ് ആൻറ്റി പോളിൻ്റെ ഫേസ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ചേഞ്ച് ചെയ്യാം, പോൾ ഇപ്പുറം വരട്ടെ എന്നിട്ട് അതിൻ്റെ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാരമില്ലാന്ന്. പക്ഷെ അവനങ്ങ് ഫോഴ്സ് ചെയ്ത് അവനെ ഇവിടെ നിർത്താൻ ആൻറ്റി അന്നേരം ഫേസ് അവൻ്റെ കിട്ടുമെന്ന്. പിന്നെ താഴേന്ന് വന്നിട്ട് ഞാൻ നാളെ രാവിലത്തേക്കിന് വേണ്ടി മസാല ദോശ പോലെ ഉണ്ടാക്കാനായിട്ട്. പക്ഷേ ഇവിടൊക്കെ മസാല ദോശയിൽ അകത്തിരിക്കുന്ന മസാലയ്ക്കകത്ത് ബീട്രൂട്ടും ക്യാരറ്റൊക്കെ നന്നായിട്ട് അവർ ഉടച്ച് ചേർക്കും. അതൊന്നും ഞാനിവിടെ ചേർത്തില്ല. ഇനിയും ഇവിടുത്തെ സന്താനങ്ങൾ എന്തോലും പറയണമെന്നും പറഞ്ഞു. അപ്പം ഞാൻ ഈ ഉണ്ടാക്കിയത് സെയിം നമ്മുടെ പൂരിക്ക് ഉണ്ടാക്കത്തില്ല അതുപോലുള്ള പൊട്ടറ്റോയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് ഞാൻ പുഴുങ്ങിയിട്ടിട്ടാണ് താഴെ പോയത്. പിന്നെ വന്നപ്പോഴത്തേക്കിന് തണുത്ത് റെഡിയായി. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു. പിന്നെ സെയിം നമ്മൾ മസാല ഉണ്ടാക്കുന്ന പോലെ ഓയിലൊഴിച്ച് ഇത്തിരി കടുകും ഇത്തിരി ഉഴുന്ന് പരിപ്പ് ഇട്ട് കറിവേപ്പിലയും പൊട്ടിച്ച് സവാള വഴറ്റി പിന്നെ അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇത്തിരി മല്ലിപ്പൊടിയും ഗരം മസാലയൊക്കെ ചേർത്തിട്ട് ഉടച്ച് ഒരു ഇച്ചിരി വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഉരുളൻകിഴങ്ങ് ഞാൻ കൈ കൊണ്ട് നന്നായിട്ട് വേവിച്ച ഉരുളൻകിഴങ്ങ്. അപ്പം കൈ കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് ഉടയ്ക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് ഉടയമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു.
വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി ചാനൽ വീണ്ടും കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോ ആയി വരും വരെ ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.